HSE മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനാണ് റിസ്ക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് എന്താണ്, റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, റിസ്ക് അസസ്മെൻ്റ് എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വന്തമായിട്ട് ഈ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കൊരു റിസ്ക് അസസ്മെൻറ്റ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും. വളരെ സശ്രദ്ധം അത് കാണുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റൈറ്റ്, താങ്ക് യു. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആ അപകടത്തിനുണ്ടാകുന്ന സാധ്യത, അതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതൊരു ജോലിസ്ഥലമാകട്ടെ, വർക്ക് പ്ലേസ് ആകട്ടെ, ഫാക്ടറി ആകട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആകട്ടെ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു അപകടങ്ങൾ അത് കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ആ അപകടങ്ങളെ അല്ലെങ്കിൽ ആ റിസ്കിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നതാണ് റിസ്ക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും റിസ്ക് അസസ്മെൻ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പാർട്ടാണ്. റിസ്ക് മാനേജ്മെൻറ്റാണ് റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ച് വിശദമായിട്ട് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഈ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് റിസ്ക് അസസ്മെൻറ്റിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ അതിൻ്റെ മൂലധനം അല്ലെങ്കിൽ അതിൻ്റെ വരുമാനത്തിന് ഹാനികരമാകുന്ന ഏതൊന്നിലും നമുക്ക് റിസ്ക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ കണ്ടെത്തും. അതിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അത് കുറയ്ക്കുന്നതിനായിട്ട് ഉള്ള ഒരു നടപടിയിലെ ഒരു ഭാഗം മാത്രമാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ റിസ്ക് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് മൂലം കമ്പനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, കമ്പനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള മെച്ചമുണ്ടാകുന്നു, നിയമപരമായിട്ടുള്ള ഇഷ്യൂസുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു, ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഏതെങ്കിലും സംഭവങ്ങളെ കുറച്ചിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ്, കമ്പനിയുടെ ലോസസിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതിനൊരു മാനേജ്മെൻറ്റിൻ്റെ ഒരു വിഭാഗമാണ് റിസ്ക് മാനേജ്മെൻറ്റ് സെക്ഷൻ അഥവാ റിസ്ക് മാനേജ്മെൻറ്റ് ഭാഗം എന്ന് നമ്മൾ പറയുന്നത്. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് 5 സ്റ്റെപ്പുകളായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ഐഡൻറ്റിഫൈ ദ ഹസാർഡ്. ഈ അപകടങ്ങളെ, ഹസാർഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ്. രണ്ടാമത്തത് അപകട സാധ്യതയെ വിലയിരുത്തുക, ആസസ് ദ റിസ്ക്. മൂന്നാമത്തത് കൺട്രോൾ ദ റിസ്ക്. ഈ അപകട സാധ്യതയെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടുള്ള നിഗമനം നടത്തുക. 4 റെക്കോർഡ് അവർ ഫൈൻഡിങ്സ്. നമ്മൾ എന്താണ് കണ്ടെത്തിയത്, അതിനെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. 5ാമത്തെ പോയിൻ്റാണ് റിവ്യൂ ദ കൺട്രോൾസ്. നമ്മൾ ഈ കൺട്രോൾ കൊണ്ടുവരാൻ സാധിച്ചത്, നമ്മൾ എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്, എങ്ങനെ അത് കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് പുനഃപരിശോധിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഇങ്ങനെ ഈ 5 സ്റ്റെപ്പുകളാണ് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ഐഡൻറ്റിഫൈ ദ റിസ്ക്, അനലൈസ് ദ റിസ്ക്, എവാലുവേറ്റ് ഓർ റാങ്ക് ദ റിസ്ക്. 4 ട്രീറ്റ് ദ റിസ്ക്. 5 ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങളിൽ നിന്നും നമുക്കിനി ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളതൊരു വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞത് ഐഡൻറ്റിഫൈ ഹസാർഡ്.
ആ അസാഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ആ അപകടങ്ങളെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ആ സൈറ്റിൽ പോയി നിൽക്കുന്നു, നിന്നുകൊണ്ട് ചുറ്റുപാടും നോക്കുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ രീതിയിലുള്ള ഹസാഡുകൾ അവിടെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഒന്ന്, അവിടുത്തെ ഈ ജീവനക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ എങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നു, അവരുപയോഗിച്ചിരിക്കുന്ന ആ പ്ലാന്റിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, സേഫ് ആണോ. മൂന്നാമത്തതായിട്ട് അവരുടെ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റുകളെല്ലാം പ്രൊഫഷണലായിട്ട് ഓരോ വർക്കിനും ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റുകളാണോ അവർ ഉപയോഗിച്ചിരിക്കുന്നത്, എന്ത് കെമിക്കലുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, അവർ സേഫ്റ്റി ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അൺസേഫ് ആണോ വർക്ക് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ അൺസേഫ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്, അവിടുത്തെ പരിസ്ഥിതിക്ക് എന്തൊക്കെ ദോഷം വരാനുള്ള കെമിക്കലുകൾ എന്തെങ്കിലും അവർ ഉപയോഗിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ. നമ്മൾ അവിടെ നിന്നും കൊണ്ട് നമുക്ക് വീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പർട്ടിക്കുലർ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് ഇന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടണം, നമ്മുടെ മനസ്സിലേക്ക് ആ പിക്ചർ വരണം, അവിടെ എന്തൊക്കെ അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ലേബറിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്, ഓരോ ലേബറും ആ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് അവർക്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുക. അതുപോലെ തന്നെ ആ ലേബേഴ്സിനോടും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നതായിരിക്കും. അവിടെ എന്തൊക്കെ ഒരു അസാഡ്സ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അസസ് ദ റിസ്ക്. അപകട സാധ്യതയെ നമ്മൾ വിലയിരുത്തുക. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ എന്തൊക്കെ ഹസാഡ്സ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എന്തൊക്കെ ഹസാഡ്സ് വരും എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അടുത്തത് ആ അപകട സാധ്യതയെ നമ്മൾ വിലയിരുത്തുക. എങ്ങനെയാണ് അത് വിലയിരുത്തുക എന്ന് പറയുന്നത്? ഒന്നാമത്തേതെന്ന് പറയുന്നത് ആർക്കാണ് ആ അപകടം വരാൻ സാധ്യതയുണ്ട്, ആരെയൊക്കെ അത് ബാധിക്കും, നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുമോ, ഇല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമാണോ ബാധിക്കുന്നത്, നമ്മുടെ ബിൽഡിങ്ങിനെ ബാധിക്കുമോ. അപ്പോൾ ആർക്കാണ് ആ ഒരു അപകടം നടന്നാൽ ആരെയൊക്കെ അത് ഹാംഡ് ആകും, ആർക്കൊക്കെ അത് അനന്തരഫലമുണ്ടാകും, ആർക്കൊക്കെയാണ് അതുകൊണ്ടുള്ള ദോഷങ്ങളുണ്ടാകുന്നത്. ഒന്ന്. രണ്ടാമത്തത്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. നമ്മളൊരു ഹസാഡ്സിനെ കണ്ടുപിടിച്ചു, ആ ഹസാഡ്സ് നമ്മളെ റിസ്ക് മാനേജ്മെൻറ്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ നോക്കിയാണ് അവിടെ എന്തെങ്കിലും ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കും, അവിടെ എന്തെങ്കിലും നിലവിലുള്ള ആൾക്കാർ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതാണ് പ്രധാനം, ഇനി എന്താണ് ആക്ഷൻ എടുക്കാനുള്ളത്. ആ അപകടം വരാതിരിക്കാൻ അല്ലെങ്കിൽ അപകടം വന്നാൽ അതിനെ ലഘൂകരിക്കാൻ ഇനി എന്ത് ആക്ഷനാണ് അവിടെ എടുക്കാനുള്ളത് എന്നാണ് നമ്മുടെ രണ്ടാമത്തേലുള്ള പ്രധാനപ്പെട്ടൊരു പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ആരാണ് ആ ആക്ഷൻ എടുക്കുക, ഹൂ നീഡ്സ് ടു ക്യാരി ഔട്ട് ദ ആക്ഷൻ. ഇപ്പം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഈ ആക്ഷനെ ആര് ഉത്തരവാദിത്തമായിട്ട് നോക്കും, ആര് കൺട്രോൾ ചെയ്യും, ആര് കൈകാര്യം ചെയ്യും. അടുത്താണ് അതിൻ്റെ അകത്ത്, ഇതെപ്പോഴാണ് നമുക്ക് ആവശ്യം, ആ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് വേണോ അല്ലെങ്കിൽ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യാമോ, അതിനെക്കുറിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ടാക്കണം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്സിൽ നമ്മൾ അപകട സാധ്യതയെ വിലയിരുത്തുന്നതിനായിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒന്ന്, ആരെ അത് ബാധിക്കുന്നു, അത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും മുൻകരുതലുകൾ ചെയ്തിട്ടുണ്ടോ, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് കൈകാര്യം ചെയ്യുന്നത്, ഈ ആക്ഷൻ നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ അസസ് ദ റിസ്ക് എന്ന് പറയുന്ന റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് അടുത്തത്, കൺട്രോൾ ദ റിസ്ക് അല്ലേ. ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഈ റിസ്കിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, എങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷൻ കൊണ്ടുകൊണ്ട് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. ഇതിനെ വേറെ പല പേരുകൾ, ഇപ്പോൾ എക്സാമിൻ ആൾട്ടർനേറ്റ് സൊല്യൂഷൻസ് എന്ന് പറയും, പ്രയോറിറ്റൈസ് റിസ്ക് എന്ന് പറയും, കൺട്രോൾ ദ റിസ്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ചില കേസിൽ ജോബിനെ നമ്മൾ റീഡിസൈൻ ചെയ്തെടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വർക്ക് ആ രീതിയിൽ ചെയ്യുമ്പോൾ റിസ്ക് ഫാക്ടർ കൂടുതലാണ് എങ്കിൽ ആ ജോബ് വേറൊരു ആൾട്ടർനേഷൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അത് റിസ്ക് ഫാക്ടർ ഉള്ളതാണെങ്കിൽ അതിനെ റീചേഞ്ച് ചെയ്യുക. അത് പക്ഷേ മെഷീനറി ആവാം,
ഇല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് ആവാം. അത് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ടൂളായിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളായിരിക്കണം. അങ്ങനെ എന്തെങ്കിലും അതൊരു റിസ്ക് ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകളെല്ലാം കെമിക്കൽ ആക്ഷൻ ഉണ്ടാകുക, ഇല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നം, പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നതൊക്കെയാണ് എങ്കിൽ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾട്ടർനേറ്റ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ, PPE, ഹെൽമെറ്റ്, ഷൂ, ഹെൽമെറ്റ്, ജാക്കറ്റ്, അങ്ങനെ വ്യക്തിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പ്രോപ്പറാണോ, അതല്ല എങ്കിൽ പ്രോപ്പറായിട്ടുള്ളത് കൊണ്ട് മാത്രമേ അവിടെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാവുള്ളൂ. അങ്ങനെ ആ റിസ്കിൻ്റെ സാധ്യതയ്ക്ക് അനുസരിച്ചിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ റിസ്കിനെ കാറ്റഗറി ആക്കി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. ചില ഒരു വർക്ക് ഹെവി റിസ്ക് ആണ്, ഒരു പബ്ലിക് ഏരിയയിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ആ റിസ്ക് കുറയ്ക്കുന്നതിനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇൻഷുറൻസ് എല്ലാ കൺട്രികളിലും ഉണ്ടാകുമല്ലോ ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തികൾക്ക് എടുക്കുന്നു, മെഷീനറിക്ക് എടുക്കുന്നു, ആ വർക്ക് കൊളാപ്സ് ആയാലും എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ നമ്മൾ ആ റിസ്ക് മാനേജ്മെൻറ്റിൽ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കൺട്രോൾ ചെയ്യുന്നു. ചില കേസിൽ ഡിസാസ്റ്റർ, പരിസ്ഥിതി ആഘാതത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ലിങ്ക് ചെയ്ത് അവരുടെ സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടും. ചിലപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിന് അവരെ കൂടെ ക്ലബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില വർക്കുകളിൽ നമ്മൾ മൂന്നാമത് ഏജൻസിയെ കൂടെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യിച്ചുകൊണ്ടായാലും ശരി, അവിടെ റിസ്കിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അതിനുള്ള പ്രാധാന്യത്തിനനുസരിച്ചുകൊണ്ട് അവിടെ ആ റിസ്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മളുടെ ഈ റിസ്ക് മാനേജ്മെൻറ്റിലുള്ള മൂന്നാമത്തെ സെക്ഷനായിട്ടുള്ള കൺട്രോൾ ദ റിസ്ക്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് റിസ്ക് അസസ്മെൻറ്റ് നോക്കാം. റിസ്ക് അസസ്മെൻറ്റിൽ ആദ്യമേ തന്നെ ഹെഡിങ് കൊടുക്കുന്നു, കമ്പനിയുടെ പേര്, ഡീറ്റെയിൽസ്, എന്നാണത് നിങ്ങൾ ചെയ്തത്, ഇനി എന്നാണ് റിവ്യൂ ചെയ്യാൻ, അടുത്ത എന്നാണ് ഇത് പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി, ഡേറ്റ് ഓഫ് അസസ്മെൻറ്റ്, എന്നാണത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിന് വേണമെങ്കിൽ ചെക്ക്ഡ് ബൈ എഴുതാം, പിന്നെ റിവ്യൂഡ് ബൈ എഴുതാം, ആരാണ് അത് ചെക്ക് ചെയ്ത ആൾ, ആരാണ് അത് പ്രിപ്പയർ ചെയ്ത ആൾ, ഇങ്ങനെ 3 കോളങ്ങൾ കൂടെ. ഇത് HSE UK ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ്. നമ്മൾ പറഞ്ഞ കണക്കുള്ള, നമ്മൾ ആദ്യമേ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാം. ആ ഫോർമാറ്റ് നോക്കുക. ഇത് ഈ ഒരു മോഡലിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമത്തെ പോയിന്റ് തന്നെ നോക്കുക, വാട്ട് ആർ ദ ഹസാർഡ്. അപ്പോൾ നമ്മൾ ആ ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്തൊക്കെയാണ് ഹസാർഡ്, എന്തൊക്കെ അപകടങ്ങൾ വരാനാണ് സാധ്യത. രണ്ടാമത്തെ കോളം നോക്കുക, ഇത് ആരെയൊക്കെ ബാധിക്കുന്നു, എങ്ങനെ ബാധിക്കുന്നു, അതിനെക്കുറിച്ചിട്ട് രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നു അല്ലേ? മൂന്നാമത്തെ എന്താണ്, വാട്ട് ആർ യു ഓൾറെഡി ഡൂയിങ് ദ കൺട്രോൾ ദ റിസ്ക്. നിങ്ങൾ ഈ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് മൂന്നാമത്തെ കോളം വരുന്നത്. നാലാമത്തെ നോക്കുക, ഇനി എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുണ്ടോ, വാട്ട് ഫർദർ ആക്ഷൻ ഡു യു നീഡ്. ഇനി എന്തെങ്കിലും ഈ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുണ്ടോ. ഓക്കെ, അടുത്ത കോളം എന്താണ് നമ്മൾ പറഞ്ഞത്, ആരാണ് ഇത് ഉത്തരവാദിത്വമായിട്ട് നോക്കുന്നത്, ഹൂ നീഡ്സ് ടു ക്യാരി, ആരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, വെൻ ഈസ് ദ ആക്ഷൻ നീഡഡ്, ഇത് എപ്പോഴാണ് നമുക്ക് ആവശ്യം. ഈ പറഞ്ഞ ഹസാർഡ് അത് റെഡിയാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ ആക്ഷൻ ഇനി എടുക്കണമെന്ന് പറയുന്നു, അതാണ് മെയിൻ പോയിന്റ്. ഇനി വാട്ട് ഫർദർ ആക്ഷൻ, അതാണ് ഏറ്റവും മെയിൻ പോയിന്റ്. നാലാമത്തെ കോളമാണ് ഏറ്റവും പ്രധാനം, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ. മനസ്സിലായില്ലേ? നമ്മുടെ ഐഡിയ, നമ്മുടെ ബുദ്ധിയിൽ നിന്നാണ് ആ പോയിന്റ് വരേണ്ടത്. മനസ്സിലായില്ലേ? ആ പോയിന്റ് എന്നത്തേക്ക് നമ്മൾ ക്ലിയർ ചെയ്യണം. അതിൻ്റെ ലാസ്റ്റ് കോളമാണ് എന്ന് തീർന്നു ഉള്ളെന്നുള്ളത്. ഇത് ഒരു ഫോർമാറ്റാണ്. ഇതിൻ്റെ നമുക്ക് കുറച്ച് എഴുതിയിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഫോർമാറ്റ് അടുത്തത് നോക്കാം. നമുക്ക് കോവിഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസ്ക് അസസ്മെൻറ്റ് നോക്കാം. അപ്പോൾ അത് നോക്കി, ആദ്യത്തെ കോളം എന്താണ് ഹസാർഡ്. ഹസാർഡ് എന്ന് പറയുന്നത് സ്പ്രെഡ് ഓഫ് കോവിഡ് സ്പ്രെഡിങ് ആകുന്നു. ഇത് ആരെയൊക്കെയാണ് അവിടെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, അതിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസ്,
ഇതിന് ആദ്യമേ എന്തൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. സോഷ്യലി ഡിസ്റ്റൻസിങ് അറ്റ് ആൾ ടൈംസ്, എല്ലാ സമയത്തും നമ്മൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആക്ഷൻ ആവശ്യമുണ്ടോ അങ്ങനെയുള്ളതിന് ചോദിക്കുന്നതിനായിട്ട് അവർ കുറച്ച് അഡീഷണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ ആൾക്കാരും ഔട്ട്ഡോറിൻ്റെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും 2 മീറ്റർ സ്പേസ് ഇടുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇതാരാണ് അവിടെ ഉത്തരവാദിത്തം, അപ്പോൾ അയാളുടെ ഒരു പേര്, അയാളുടെ ഒരു ഇൻചാർജോ അല്ലെങ്കിൽ മാനേജറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതെന്നാണ് ആക്ഷൻ റിക്വയർഡ്, അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ഡണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൺ ഗോയിങ്, അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. റിസ്ക് അസസ്മെൻറ്റ് ഫോമാണ് കാണുന്നത്. ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ആ ഒരു മോഡലിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിലൊക്കെ ഇത് വളരെ പ്രാബല്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഈ മെത്തേഡിലാണ് നമ്മൾ കൂടുതലും റിസ്ക് അസസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ ഹസാർഡ് എന്തൊക്കെയാണ് ഹസാർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ലിപ്സ്, ട്രിപ്സ്, ഫാൾസ്, വഴിക്ക് വീഴാം, തെന്നി വീഴാം, മേളിൽ താഴത്തേക്ക് വീഴാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഹസാർഡെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആരെയൊക്കെ അത് ബാധിക്കുന്നു, സ്റ്റാഫിനെ, കോൺട്രാക്ടറുകളെയൊക്കെ ബാധിക്കുന്നു, സബ് കോൺട്രാക്ടർ, ലേബേഴ്സിനെ എല്ലാം ബാധിക്കുന്നു എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് പിന്നെ അടുത്ത ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇത് എന്താണ് നിങ്ങൾ ആദ്യം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ചോദിച്ചിരിക്കുന്നില്ല. വാട്ട് ആർ എക്സിസ്റ്റിംഗ് മെഷേഴ്സ് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. റെഗുലർ ഇൻസ്പെക്ഷൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 2 കോളമാണ് നിങ്ങൾക്ക് ഞാൻ മുൻപേ പറയാത്ത 2 കാര്യങ്ങൾ. ഹൗ സിവിയർ ഈസ് ദ റിസ്ക്. സിവിയർ എന്ന് പറയുന്നതിൽ എന്തുമാത്രം സാധ്യതയുണ്ട്, എന്തുമാത്രം കഠിനമാണ് എന്നുള്ളത് എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അത് ഈ 2 കോളങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ റിസ്ക്, ആ അപകടത്തിൻ്റെ സാധ്യതയ്ക്ക് ഒരു നമ്മൾ റാങ്കിങ് കൊടുക്കുന്നത്. അപ്പോൾ എന്തുമാത്രം സാധ്യതയുണ്ട്, വളരെ കുറഞ്ഞ സാധ്യത കാണിച്ചിരിക്കുന്ന അയാൾ. അടുത്തത് ലൈക്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീവ്രത എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ റിസ്കിന് എന്തുമാത്രം, ഹൗ ലൈക്ലി ഈസ് ദ റിസ്ക്, ആ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ എന്തുമാത്രം അതിന് തീവ്രത ഉണ്ടാകും, തീവ്രത പറഞ്ഞാൽ ഒരു മീഡിയം ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷമാണ് ഈ 2 കോളങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ചില കോളത്തിൽ ഒരു കോളം കൂടെ വരുന്നുണ്ട്, പറഞ്ഞുതരാം. പിന്നെ അതിനുശേഷം ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ കോളത്തിൽ പറയുന്നുണ്ട്. ഇത് ആരാണ് റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്, എന്നാണ് ആക്ഷൻ വേണ്ടത്, എന്നാണ് കംപ്ലീഷൻ ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കോളം കൂടെ ഈ അഡീഷണലായിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം ഈ റിസ്കിന് വേണ്ടിയിട്ട്, അതിനുശേഷം ഒരു കോളം കൂടെ വരുന്നത് ഇത്രയും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ റിസ്കിൻ്റെ സിവിയർ റേറ്റിങ്ങും ലൈക്ലിഹുഡും എത്ര ശതമാനം വരുമെന്ന് ചോദിക്കും. അപ്പോൾ അതായത് നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ റിസ്കിൻ്റെ, ഈ അപകടത്തിൻ്റെ സാധ്യത എന്തുമാത്രം കുറയും, തീവ്രത എന്തുമാത്രം കുറയും. അപ്പോൾ നമ്മൾ നേരത്തെ ലോയും മീഡിയം സൂചിപ്പിച്ചിരുന്നത് ഇത്രയും കാര്യങ്ങൾ കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പിന്നീട് എന്താകും, ആ അപകട സാധ്യത കുറയും എന്ന് നമ്മളവിടെ അഡീഷണലായിട്ടൊരു കോളം കൂടെ ചിലത് കാണിക്കാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലും ഗൾഫ് കൺട്രീസിലെല്ലാം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. റിസ്ക് അസസ്മെൻറ്റിൻ്റെ ഒരു ബേസിക് എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു നോളജ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ഈ ക്ലാസ് കൊള്ളാമെങ്കിൽ ഇത് കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. കുറച്ചുകൂടെ ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി കാണും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരു സേഫ്റ്റി ഓഫീസർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റേഷൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ കേപ്പബിലിറ്റി ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം അനുമാനിക്കാം, നിങ്ങൾക്ക് സേഫ്റ്റിയിൽ ഒരു നല്ല നോളജ് ഉണ്ട് എന്നുള്ളത്. ഏതൊരു കമ്പനിയിൽ പോയാലും റിസ്ക് അസസ്മെൻറ്റ് എഴുതാനായിട്ട് പറയും. ചിലപ്പം നമ്മളവിടെ നിന്ന് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഈ റിസ്ക് അസസ്മെൻറ്റ് എങ്ങനെ എഴുതാം, എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ നടത്തിയ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.